ഹലോ ഗായ്സ്, അപ്പോൾ വിഷു ദിനത്തിൽ നമ്മുടെ വീട്ടിൽ എന്തായിരുന്നു ഇന്ന് ഉണ്ടായിരുന്നത്? വേറെ ഒന്നുമല്ല, ഇത് പുലർച്ചെ 2:45 സമയമാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കസിൻസ് തൊട്ടപ്പുറത്ത് തന്നെയാണ് വീടൊക്കെ വരുന്നത്. 2-3 കസിൻസിൻ്റെ വീട് അടുത്തടുത്ത്. അപ്പോൾ അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കുട്ടികൾക്ക് പടക്കം പൊട്ടിക്കണമൊക്കെ ഭയങ്കര ഇഷ്ടമല്ല, അതുകൊണ്ട് ഉണ്ണികളൊക്കെ ആയിട്ട് വന്നതാണ് കേട്ടോ. എന്നിട്ട് അവിടെ ഞങ്ങൾ കുറേ നേരം പടക്കം പൊട്ടിച്ചു. അത് കഴിഞ്ഞ് ഒരു 3 മണിയായപ്പോൾ അമ്മ ചായ ഉണ്ടാക്കി തന്നു. ചായ കുടിച്ച് പിന്നെ ഇതാ ചക്ക വറക്കാനുള്ളത്. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ തന്നെയാണ് ഇപ്രാവശ്യം ചക്ക വറവൊക്കെ ചെയ്തത്. അമ്മൂമ്മയാണ് കേട്ടോ വറക്കുന്നത്. എന്നിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കി. പക്ഷേ ഇപ്രാവശ്യം ഞങ്ങൾക്കൊരു കുഴപ്പം പറ്റിയത് എന്താ വെച്ചാൽ, നമ്മൾ 2 രീതിയിലാണ് ഉണ്ടാക്കാം. നമുക്കൊന്നെങ്കിൽ ഉപ്പും മഞ്ഞപ്പൊടിയും കൂടി മിക്സ് ചെയ്തിട്ട് വറക്കാം. അതർവൈസ് ഇങ്ങനെ വറക്കാനായിട്ട് മഞ്ഞപ്പൊടി ഇട്ട് വറക്കാനായി ഇട്ടിട്ട് അതിലോട്ട് ഉപ്പ് വെള്ളം തളിക്കാം. പക്ഷേ അങ്ങനെയാണ് ഇപ്രാവശ്യം ഉണ്ടാക്കിയത്. അതിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, ഉപ്പ് വെള്ളം തളിക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞാൽ, അതായത് ഒരു പിറ്റേ ദിവസമൊക്കെ ആകുമ്പോഴേക്കും അത് നന്നായി വാടി തുടങ്ങും. ഞങ്ങൾക്ക് ഇപ്രാവശ്യം അത് തന്നെ ഉണ്ടായത്. നന്നായിട്ട് ചക്ക നന്നായി വാടി തുടങ്ങി. പക്ഷേ ആ നേരത്തൊക്കെ നല്ല ക്രഞ്ചിനെസ് ഉണ്ടായിരുന്നു. എനിവേ, നമ്മുടെ വീട്ടിലുണ്ടാക്കിയതല്ലേ, അതിൻ്റെ ഒരു സന്തോഷവും ഒരു ഇതും ഉണ്ടായിരുന്നു ഒരുപാട്. പപ്പയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നമ്മൾ നല്ല നാടൻ സ്റ്റൈൽ അടുപ്പത്തൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. എന്നിട്ട് അപ്പം തന്നെ ഞങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. ഇതാ എൻ്റെ അച്ഛമ്മ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പിന്നെ ഞാൻ കൊടുത്ത എൻ്റെ അനിയനാണ് കേട്ടോ. അവർ പിന്നെ ഭക്ഷണം ഭയങ്കര ഇഷ്ടമുണ്ടാവും, നന്നായിട്ട് കഴിക്കും. ഇതാ ഞങ്ങളുടെ വീട്ടിലേക്ക് 3 അതിഥികൾ വന്നിട്ടുണ്ട്. അമ്മയും 2 മക്കളാണ് കേട്ടോ. മിന്നു എന്നാണ് ഈ പൂച്ചയുടെ പേര്. 2 മക്കളാണ് അവളുടെ. അവൾ വന്നിട്ട് എന്താണ് ഉണ്ടാക്കണം നോക്കിയിട്ട് പോയി. ഇതാ പിന്നെ ഞാൻ കണി വെക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കി. അവിടെ തലേ ദിവസം എല്ലാം കണി വെക്കാനുള്ളതൊക്കെ ഇതാക്കിയതാണ്. പിന്നെ ഒന്നുകൂടി ഒരുക്കി വെച്ചു. അത് കഴിഞ്ഞ് പിന്നെയും ഒരു 3-3:30 ആകുമ്പോൾ വിളക്ക് കൊളുത്തി. അത് ഞാൻ തന്നെയാണ് കേട്ടോ വിളക്ക് കൊളുത്തിയത്. വിളക്ക് കൊളുത്തി കഴിഞ്ഞ് കണി കണ്ടു. കുറച്ച് നേരം കിടന്ന് കണി കണ്ടു. പിന്നെ എൻ്റെ കൂടെ ഇപ്രാവശ്യം ഒരാളും കൂടി ഉണ്ടായിരുന്നു കേട്ടോ കണി കാണാൻ. ഞങ്ങൾ ഒരുമിച്ച് നിന്നിട്ടാണ് തൊഴുത്. വേറെ ആരില്ല. ഇതാണ് എൻ്റെ റൂബി. അവൾ കണി കാണാൻ നിന്നൊന്നല്ല, സത്യം പറഞ്ഞാൽ പടക്കം പൊട്ടണ പേടിച്ചിട്ട് വന്ന് ഒളിച്ച് നിൽക്കണം കേട്ടോ. ആളെ എവിടേക്കാണ് പോകണം അവിടേക്ക് തന്നെ ഓടും. അവൾക്കൊരു സമാധാനം ഇല്ലാത്തൊരു നടപ്പരുന്നത്. എൻ്റെ അനിയനാണ് വീണ്ടും പടക്കം പൊട്ടിക്കാൻ വേണ്ടി പോയതാണ് 4 മണി 5 മണി നേരത്ത്. അവന് ഇതന്നെയാണ് ഒരു വീക്ക്നെസ് ഈ ഇടയായിട്ട്. പടക്കം പൊട്ടിക്കുക, മത്താപ്പ് കത്തിക്കുക, ഇതൊക്കെ തന്നെയാണ് അവൻ്റെ. ഇത്രയേ ഉള്ളൂ. അപ്പം നമ്മുടെ ഈ ഒരു ദിവസം അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഉറങ്ങാൻ പോയി. വിട്ടുപോയി. ഉറങ്ങാൻ പോയിട്ട് പിന്നെ രാവിലെ നീച്ചിട്ട് പിന്നെ സദ്യ ആയിരുന്നു. സദ്യ ഇത് നമ്മൾ വിളക്കത്ത് വയ്ക്കില്ലേ, സദ്യ വിളക്കത്ത് വെച്ചു. അച്ഛൻ, അമ്മ, ഞാൻ, അനിയൻ, അച്ഛമ്മ, ഇത്ര പേരുള്ളൂ.